İnkılap zindabad. İnkılap zindabad. İnkılap zindabad. İnkılap zindabad. സാധനം കഴിഞ്ഞിട്ട് ഇതിനെ അധ്യക്ഷമാക്കിയിട്ട് ഏറെ സാധനം പ്രസക്തിക്കാൻ എന്നിട്ട് പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ബാങ്കിൽ വന്നിരിക്കുന്ന നമ്മുടെ കൊക്കമണിലുള്ള ഒരു വനിതാ സംരംഭക, അദ്ദേഹം ഇവിടെ ബാങ്കിൽ ലോണുമായിട്ട് ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും 27 ലക്ഷം രൂപ അതുമായി ബന്ധപ്പെട്ട് പശുവിനെ വാങ്ങിക്കുകയും ബിൽഡിംഗ് ഉണ്ടാക്കുകയും ബോർവെൽ ഉണ്ടാക്കുകയും എല്ലാം ചെയ്ത് മുടക്കിയതിനു ശേഷം മുമ്പ് ഇവിടെ ഇരുന്ന ജെയിംസ് എന്നൊരു മാനേജർ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ലോണ് റിജക്ട് ചെയ്തു എന്നുള്ള കടലാസിൽ വ്യാജ ഒപ്പിട്ട് ആ കർഷകൻ ആവശ്യപ്പെട്ടപ്പോൾ അല്ല സമ്മർദ്ദം ചെലുത്തി വിഷയം അന്വേഷിച്ചപ്പോൾ കൊടുക്കുന്ന ഒരു മൂഢതന്ത്രമാണ് ഇവിടെ ഈ മുൻപിരുന്ന മാനേജർ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ലോൺ കൊടുക്കാത്ത പക്ഷം 27 ലക്ഷം രൂപ മുടക്കി കർഷകന്റെ പറമ്പ് ജീവിതം തന്നെ വളരെ നിരാശയിലെത്തുന്ന ആ സമയത്ത് അദ്ദേഹവും കുടുംബവും തന്നെ ഇത്രയും ലോണ് കിട്ടാത്ത തരത്തിൽ ആത്മഹത്യ വക്കിൽ നിൽക്കുന്ന ഈ അവസ്ഥയിലാണ് ഇവിടെ കർഷക സംഘം ഇത്തരം ഒരു സമരവുമായിട്ട് ബന്ധപ്പെട്ടത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവിടെ ഈ മാനേജരുമായിട്ട് വന്ന് ബന്ധപ്പെടുകയും അതുപോലെ തന്നെ ഇവിടെ റീജിയണൽ മാനേജർ ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തത് ഒരു പോസിറ്റീവായൊരു നിലപാടിലാണ് ഞങ്ങളും പോയത്. അവരന്ന് പറഞ്ഞത് ഈ ലോണിന്റെ പ്രൊജക്ട് ചിലപ്പോൾ മാറ്റേണ്ടി വരും, പശുവിനുള്ള ലോണ് ആദ്യം കൊടുക്കാം, അതിനുശേഷം മറ്റ് പ്രൊജക്ടിന്റെ പരമായിട്ടുള്ള പണം കൊടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളോടും ഈ സമര നേതാക്കളോടും വന്ന് സംസാരിക്കുകയും കർഷകരോട് സംസാരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഞങ്ങളുടെ സമരം മുതിരാതെ ഇത് സംസാരിക്കുകയും ഒരു പ്രതീക്ഷാപരമായ ഒരു വാക്ക് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോയത്. അതിനുശേഷം അവർ തന്നെ ഈ മാനേജറോട് വിളിച്ചു പറയുന്നു ആ ലോൺ കൊടുക്കാൻ പാടില്ലെന്ന്. അതിനെതിരെ പൂർണ്ണമായ ഒരു സമരമാണ് ഞങ്ങൾ തുടരാൻ പോകുന്നത്. ആ സമരത്തിന് മുഴുവൻ ആളുകളുടെയും മുഴുവൻ കർഷകരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കർഷക സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗം അനിൽകുമാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കൊക്കമൂളിലുള്ള ഒരു വനിതാ ക്ഷീരകർഷക അവരിവിടെ സംവിധാനത്തിലൂടെ നബാർഡും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും സംരംഭകർക്ക്, കാർഷിക സംരംഭകർക്കും അതുപോലെ വ്യാവസായിക സംരംഭകർക്കും വേണ്ടി ആരംഭിച്ചിട്ടുള്ള സംവിധാനമാണ് MSME സംവിധാനം. ആ MSME സംവിധാനത്തിൻ്റെ പോർട്ടൽ വഴി അപേക്ഷ അയച്ചിട്ടാണ് അവർ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ചെമ്പേരി ബ്രാഞ്ചിൽ ഒരു വായ്പയ്ക്ക് പരിശ്രമിച്ചു. അന്നിരുന്ന മാനേജർ വളരെ അനുകൂലമായി എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രേരണയായി നിൽക്കുകയും ചെയ്തു. നിങ്ങൾ ലീസിൽ വിട്ട് സംരംഭം ആരംഭിക്കുകയും പശുക്കൾ വാങ്ങുകയും ചെയ്യുക. അതിനുശേഷം 9.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ അനുവദിക്കും എന്നുറപ്പിന്മേലാണ് അവർ ഇത്രയും സംവിധാനങ്ങൾ ഭൂമി ഉൾപ്പെടെ ലീസിനെടുത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനമൊക്കെ നടത്തി ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപയുടെ നിർമ്മാണം, 25 ലക്ഷത്തോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ പൂർത്തീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ വായ്പ വേണ്ടിയുള്ള സംവിധാനത്തിലേക്ക് ഒരുക്കുന്നത്. അവസാനം മാനേജർ മാറിപ്പോയി എന്ന് കൈമലർത്തുന്ന നിലപാടാണ് ഇവിടുത്തെ മാനേജർ സ്വീകരിച്ചത്. യാതൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇത് വളരെ വിപുലമായ ഒരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ കൃഷിക്കാർക്ക് നേരെ നടത്തുന്ന അതിക്രമമാണ്. ആ അതിക്രമത്തെ കർഷക സംഘം, കേരള കർഷക സംഘത്തിന് നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം നബാർഡും അതുപോലെ തന്നെ കേരള ഗ്രാമീൺ ബാങ്കും അതുപോലെ സംസ്ഥാന സർക്കാരും എല്ലാം ബാധ്യസ്ഥരാണ് ഈടില്ലാതെ കർഷകർക്ക്
MSME പ്രൊജക്റ്റുകളിലൂടെ വായ്പ നൽകാനുള്ള സംവിധാനം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നതാണ്. എന്നാൽ ഇതിനെതിരെ വളരെ ധിക്കാരപരമായ പല ആളുകളും ഈ ബാങ്കിനകത്ത് നടത്തിയിട്ടുള്ള ലോൺ തിരിച്ചടവില്ലാത്തതിൻ്റെ ഭയന്ന് സാധാരണക്കാരായ കൃഷിക്കാർക്ക് ലോൺ കൊടുക്കാത്ത സംവിധാനം, ആ സംവിധാനം ധിക്കാരപരമായ നിലപാടാണ്. അതുകൊണ്ട് കൊച്ചുറാണി അലോഷ്യസ് എന്ന് പറയുന്ന ഈ വനിതാ സംരംഭങ്ങൾക്ക് വായ്പ കിട്ടുന്നതിനുള്ള വലിയ സമരമാണ് ചെമ്പേരി ഗ്രാമീൺ ബാങ്കിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ ഈ വായ്പയിലേക്ക് വഞ്ചിച്ച് പറഞ്ഞുവിട്ട ആ ജെയിംസ് എന്ന് പറയുന്ന മുൻ ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കാൻ കേരള ഗ്രാമീൺ ബാങ്ക് തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഈ പ്രൊജക്ടിന്റെ വയബിലിറ്റി, ആ പ്രൊജക്ടിനെ തന്നെ റീകൺസ്ട്രക്ട് ചെയ്ത്, ഇവിടെ സ്വാഗത ഭാഷ പറഞ്ഞ പോലെ ആ പ്രൊജക്റ്റ് ഒന്നുകൂടി ശരിപ്പെടുത്തി ഈ കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള വളരെ മാനുഷികമായ നിലപാടാണ് കേരള ഗ്രാമീൺ ബാങ്ക് സ്വീകരിക്കേണ്ടത്. ആ മാനുഷികമായ നിലപാട്, ബാങ്ക് എന്ന് പറയുന്നത് കേവലം അക്കങ്ങളോ സാമ്പത്തിക കണക്കുകളോ മാത്രമല്ല, മനുഷ്യന്റെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അവന്റെ വായ്പ, ഒരു കൃഷിക്കാരന്റെ സംരംഭകത്വം, ക്ഷീര കാർഷിക മേഖലയിൽ 27 ലക്ഷം രൂപ മുടക്കിയ ഒരു മനുഷ്യന്റെ പ്രയാസങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ചു. അത് കേവലം 50 ലക്ഷം രൂപയാണ് ഈ ബാങ്കുകൾ ആവശ്യപ്പെടുന്നത്. അത് നൽകാനുള്ള വഴികൾ സ്വീകരിക്കാൻ ഒരു ചെറിയ സമയം ഇവിടെ കർഷക സംഘം അതിൻ്റെ റീജിയൽ മാനേജർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. റീജിയൽ മാനേജറെ ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഒരു ചെറിയ സമയം, ഏതാനും ദിവസങ്ങൾ ഞങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയം മാത്രം അനുവദിച്ചതിന് ശേഷം ചെമ്പേരി ഗ്രാമീൺ ബാങ്കിലേക്ക് കർഷക സംഘത്തിൻ്റെ നിരന്തരമായ സമരം, ആ നിരന്തരമായ ഉപരോധ സമരം നേരിടാൻ ഗ്രാമീൺ ബാങ്ക് തയ്യാറെടുക്കേണ്ടി വരും. കാരണം നിരവധി സമരങ്ങൾ സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി വായ്പ കൊടുക്കാതിരിക്കുന്ന വിദ്യാഭ്യാസ വായ്പ, അതുപോലെ നിരവധി വായ്പകൾ, ഇങ്ങനെ അപേക്ഷകരെ പുറങ്കാലുകൊണ്ട് തൊഴിച്ചെറിയുന്ന സമീപനം പല ബാങ്കുകളും പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. അവരോടെല്ലാം വളരെ ക്രിയാത്മകമായ സമരം നടത്തിയിട്ടുള്ള ചരിത്രമുണ്ട് കർഷക സംഘത്തിന്, അതുപോലെ തന്നെ മറ്റ് പ്രസ്ഥാനങ്ങൾക്ക്. അത് നല്ല ബോധ്യം മാനേജർക്കും മറ്റുള്ളവർക്കും ഉണ്ടാവണം. നിസ്സാരമായിട്ട് പുറം കൈകൊണ്ട് കൃഷിക്കാരെ, സംരംഭകരെ തട്ടിയെറിയാൻ സാധിക്കുമെന്ന് ആരും കരുതരുത്. അതുകൊണ്ട് ഒരു ചെറിയ സമയം, 1, 2, 3 ദിവസം ഒരു സമയം നൽകി അതിനുശേഷം വളരെ വിപുലമായ ഈ ബാങ്ക് തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സമരബന്ധാവിലേക്ക് കർഷക സംഘം എത്തുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത നിങ്ങളെയെല്ലാം, ഇന്നത്തെ ഈ സൂചന സമരത്തിൽ പങ്കെടുത്ത നിങ്ങളെയെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്. ചാർട്ടർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട്, ചാർട്ടർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞ്, കർഷക ജനതയെ വഞ്ചിച്ച, കേരള ഗ്രാമീൺ ബാങ്കുകാരെ, നിങ്ങൾ ചതിക്കും കർഷക മക്കൾ, കയറിൻ തുമ്പിൽ തീരുമ്പോൾ കണ്ടു നിൽക്കാനാവില്ല. കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്. വൻകിട കുത്തക മുതലാളിക്ക് കോടികൾ ലോണായി നൽകുമ്പോൾ ഇട്ടാക്കടമാണെന്ന് പറഞ്ഞ് എഴുതിത്തള്ളും കേന്ദ്ര സർക്കാർ, കാശിന് ഗതിയില്ലാത്തവർ എന്ന് പറഞ്ഞ് പാവപ്പെട്ട കർഷകനെ ലോണില്ല, ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാൻ
തുടങ്ങാൻ ചില്ലിക്കാശ് കൊടുക്കില്ല. ഇല്ല ഞങ്ങൾ വിടില്ല ഞങ്ങൾ. കർഷക സംഘം സിന്ദാബാദ്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? ലോണ് കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് മുടക്കിയ കർഷകന് ലോണ് കൊടുക്കില്ലെന്ന് പറഞ്ഞ് ഗ്രാമീൺ ബാങ്ക് ചതിക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ്. കർഷക സംഘം സിന്ദാബാദ്. ശരിക്കെടുത്ത് മതി. ഞാൻ അതിൻ്റെ കയറി നിന്നേ. എൻ്റെ മുദ്രാവാക്യം എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയല്ലേ? അടിപൊളി നിമിഷം മതി. നിമിഷകവിയാണല്ലോ. ഇതിനെ കുഴപ്പം ചോദിച്ചാൽ ഇതിൻ്റെ കുറേ നമ്മൾ നാളെ പോകുന്ന പരിപാടിക്ക് മുദ്രാവാക്യം എഴുതാൻ വേണ്ടിയിട്ട് അതൊരു മുദ്രാവാക്യം തീരുമാനമാകുന്നു. അതാകത്തില്ല. അപ്പോൾ പിന്നെ അതിന് മുമ്പ് നിങ്ങൾ ഏത് രീതിയിലായാലും പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് വളരെ ക്രിയാത്മകമായ ഒരു സമീപനം ഉണ്ടാക്കുക. തിങ്കളാഴ്ച മുതൽ തുടർച്ചയായിട്ടുള്ള ഉപരോധ സമരം ഇവിടെയും ഇടക്കളത്തൂർ ഞങ്ങൾ ആലോചിക്കുന്നു. അത് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഇവിടെ തിങ്കളാഴ്ച മുതൽ സമരമാണ്. അപ്പോൾ അതിനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഒരാളെ പ്രവേശിപ്പിക്കില്ല. 10 മണി മുതൽ നിങ്ങൾ ബാങ്ക് തുറക്കുന്ന മുതൽ ഞങ്ങളോട് ഉപയോഗിക്കും. കേരള ഗ്രാമീൺ ബാങ്ക് ചെമ്പേരി ബ്രാഞ്ച് പ്രവർത്തിക്കാത്ത വെച്ചുള്ള സമരം.